ഹായ് ഓൾ, ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു ചെയർ യോഗയാണ്. ഇത് പ്രധാനമായിട്ടും ഒരു 45 വയസ്സിന് മേലേക്കുള്ളവർക്കും ഇതുവരെ അങ്ങനെ പ്രത്യേകിച്ച് എക്സസൈസുകളൊന്നും ചെയ്യാത്തവർക്കൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്ന കുറച്ച് എക്സസൈസുകളാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ലോവർ ബാക്ക് പെയിന്, അതുപോലെ സെർവൈക്കൽ സ്പോണ്ടൈലോസിസ്, ലംബാർ സ്പോണ്ടൈലോസിസ് ഒക്കെ ഉള്ള ആൾക്കാർക്ക് ചെയ്യാൻ പറ്റിയതായിട്ടുള്ള ചെറിയ ചെറിയ എക്സസൈസുകളാണ്. അതും ചെയറിൽ തന്നെ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള എക്സസൈസുകളാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ കൂടെ തന്നെ ചെയ്തോളൂ കേട്ടോ. സ്റ്റാർട്ട് ചെയ്യാം. ശ്വാസം ഉള്ളിലോട്ടെടുത്തുകൊണ്ട് ബാക്കോട്ട് പരമാവധി ബെൻഡ് ചെയ്യുക. ഇപ്പോൾ ചെയറിൻ്റെ ബാക്ക് ഭാഗത്ത് നമ്മളുടെ തല തട്ടുന്ന രീതിയിൽ ബാക്കോട്ട് ബെൻഡ് ചെയ്യുക. ശ്വാസം വിട്ടുകൊണ്ട് മുന്നോട്ട് വന്നിട്ട് നമ്മളുടെ ചിന്ന് നെഞ്ചിൽ തട്ടിക്കാൻ ശ്രമിക്കാം. അപ്പോൾ ഇത് ഒരു 3 തവണ റിപ്പീറ്റ് ചെയ്യാം. ഇനി നമുക്ക് ഈ എക്സസൈസ് 2 സൈഡിലുമായിട്ട് ചെയ്തു കൊടുക്കാം. ഓക്കെ, വലത്തോട്ടും ഇടത്തോട്ടും നോക്കുക. അതിനുശേഷം വലത്ത് നിന്ന് താടിയല് നെഞ്ചിൽ തട്ടിച്ചുകൊണ്ട് റൊട്ടേറ്റ് ചെയ്യാം. 3 തവണ ആവർത്തിക്കുക. ശേഷം നമുക്ക് ഫിംഗർ എക്സസൈസ് ചെയ്യാം. 2 കൈയും സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ച് കൈമുട്ടുകൾ മടങ്ങാൻ പാടില്ല. ഇതുപോലെ വിരലുകൾ ഓപ്പൺ ചെയ്യുകയും ക്ലോസ് ചെയ്യുകയും ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. നമ്മൾ എല്ലാ എക്സസൈസ് ചെയ്യുമ്പോഴും സ്മൈൽ ചെയ്തുകൊണ്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ റിസ്റ്റ് ജോയിൻറ്റ് എക്സസൈസ് ചെയ്യാം. ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക. ഒരു 10 ടൈംസ് ഇത് ആവർത്തിക്കാം. ശേഷം ആൻറ്റി ക്ലോക്ക് വൈസായിട്ട് റിപ്പീറ്റ് ചെയ്യാം. ഇതും ഒരു 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് എക്സസൈസ് നമ്മളുടെ എൽബോ ജോയിൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. കൈമുട്ടുകൾക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. ഇതുപോലെ കൈ സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക. എന്നിട്ട് ഈ ഒരു എക്സസൈസും 10 തവണയെങ്കിലും മിനിമം ചെയ്യുക. അടുത്തത് നമ്മുടെ ഷോൾഡർ ജോയിൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ്. 1 2 3 4 5 6 7 8 9 and 10. In opposite direction 3 4 5 6 7 8 9 and 10. റിലാക്സ് ചെയ്യുക. ഇനി നമുക്ക് ഹാൻഡ് 2 സൈഡിലോട്ടും വെച്ചിട്ട് ഈ ഒരു എക്സസൈസ് ചെയ്യാം. ആദ്യം തന്നെ ചെറിയ സർക്കിൾ മേക്ക് ചെയ്യുക. കൈപ്പടം ഇങ്ങനെ ഇരിക്കണം. ചെറിയ സർക്കിൾ മേക്ക് ചെയ്യാം. ഒരു 10 ടൈംസ് ഇത് ചെയ്യാം. ആദ്യമൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് കൈക്ക് ചെറുതായിട്ട് വേദനയൊക്കെ വരും. പിന്നെ ഇത് 10 ടൈംസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാം. പിന്നെ നമുക്കിനി വലിയ വട്ടം ഉണ്ടാക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ചെറിയ വട്ടം കഴിഞ്ഞു. ഇനി വലിയ വട്ടമായിട്ട് ഒരു 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. ആദ്യമൊക്കെ പറഞ്ഞ പോലെ വേദന ഉണ്ടാവും. പിന്നെ അത് നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് വല്ലാതെ വേദന വരികയാണെങ്കിൽ നിർത്തി ചെയ്യാം. എത്ര ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രയും ചെയ്യാൻ നോക്കാം. ഇനി ഇതുപോലെ അടുത്ത മൂവ്മെൻറ്റ്സ് നോക്കാം. കൈ ഇതുപോലെ 2 സൈഡിൽ നിന്ന് എടുത്ത് മുകൾ ഭാഗത്ത് കൈ 2ഉം കോർത്ത് വയ്ക്കുക. മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യാം. റിപ്പീറ്റ് ചെയ്യാം. കൈ മുകളിലോട്ട് സ്ട്രെച്ച് ചെയ്യുക. ഒരു 3 തവണയെങ്കിലും ഇത് റിപ്പീറ്റ് ചെയ്യാം. ഓരോ തവണ ചെയ്യുമ്പോഴും ഒരു 10 സെക്കൻഡെങ്കിലും നമ്മൾ ആ പോസ്ചറിൽ നിൽക്കാൻ നോക്കുക. 1 2 3 4 5 6 7 8 9 and 10. റിലാക്സ് ചെയ്യാം. ഇനി നമുക്ക് നെക്സ്റ്റ് എക്സസൈസ് നോക്കാം. ഇതുപോലെ കാലുകൾ അകത്തി വയ്ക്കുക. എന്നിട്ട് കൈ കാലിൻ്റെ മുന്നിലായിട്ട് വയ്ക്കുക. കൈ 2ഉം സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈനിൽ വരാൻ നോക്കാം. ഇനി ഓപ്പോസിറ്റ് സൈഡ് ചെയ്യാം.
ഏകദേശം നമ്മൾ യോഗയിൽ ചെയ്യുന്ന ത്രികോണാസന പോലെ ഇരിക്കും. അപ്പം നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെയർ യോഗയാണ്. അപ്പോൾ കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഇനി പരമാവധി സ്ട്രെച്ച് കൊടുക്കുക. ഓപ്പോസിറ്റ് സൈഡ് റിപ്പീറ്റ് ചെയ്യാം. എല്ലാ പോസ്ചറിലും ഒരു 10 സെക്കൻഡ് നിൽക്കാൻ നോക്കുക കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുക എന്നുള്ളത്, ഓരോ പോസ്ചറിലും സ്റ്റേ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇനി നമുക്ക് ലെഗിൻ്റെ മൂവ്മെൻറ്റ്സ് കൊടുക്കാം. കാൽപ്പടങ്ങൾ രണ്ടും ഇതുപോലെ റൊട്ടേറ്റ് ചെയ്യുക. ആങ്കിൾ ജോയിൻറ്റിന് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യുക. ഇനി ചെറിയ സ്ട്രെച്ച് കൊടുക്കുക. ഇതും ഒരു 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. ഇനി കാലുകൾ ഇതുപോലെ ചെയറിലോട്ട് കയറ്റി വെച്ച് പരമാവധി തുടയുടെ ഭാഗത്തേക്ക് അടുപ്പിച്ച് വയ്ക്കാം. സ്റ്റേ ദെയർ. ലെഫ്റ്റ് ലെഗ് 1 2 3 4 5 6 7 8 9 and 10. റിലാക്സ് ചെയ്യാം. 2 കാല് കൂടെ പവനമുക്താസന ചെയ്യുന്ന രീതിയിൽ ചെയ്യാം. സ്റ്റേ ചെയ്യാം ഒരു 10 സെക്കൻഡ്. എന്നിട്ട് റിലാക്സ് ചെയ്യാം. ഇനി നമുക്ക് സ്പൈനൽ സ്ട്രെച്ച് കൊടുക്കാം. ഇതുപോലെ വലത് കൈ ഇടത് ഭാഗത്തോട്ട് ചരിഞ്ഞ് ചെയറിൻ്റെ ബാക്കിലായിട്ട് പിടിക്കാം. ഇല്ലെങ്കിൽ ചെയറിന് 2 കൈകളുള്ള ചെയറാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഭാഗത്ത് പിടിക്കാവുന്നതാണ്. ഇല്ല, ഇതുപോലെയുള്ള ചെയറാണെങ്കിൽ ഈ ഒരു തരത്തിൽ കാല് നേരെ തന്നെ വെച്ച് അടുപ്പിച്ച് വെച്ചിട്ട് ഇതുപോലെ ചെയ്യാം. നിങ്ങളുടെ നട്ടെല്ലിനുള്ള ഒരു സ്ട്രെച്ചാണ് വരുന്നത്. പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഒരു 10 സെക്കൻഡ് ഓരോ പോസ്ചറും മെയിൻറ്റെയിൻ ചെയ്യാം. 3 ടൈംസ് എല്ലാം റിപ്പീറ്റ് ചെയ്യാം. നിങ്ങളുടെ ഷോൾഡർ ജോയിൻറ്റിൽ ഒക്കെ ഒരു പ്രഷർ വരും, അത് ഫീൽ ചെയ്യുക. ഇനി നെക്സ്റ്റ് കൈ ഇതുപോലെ കൂട്ടിപ്പിടിച്ച് മുകളിലേക്ക് എടുത്ത് ബേക്കോട്ട് ആർച്ച് ചെയ്യാം. ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട് വരിക. പാദഹസ്താസന. സ്റ്റേ ദെയർ. 10 സെക്കൻഡ്സ് അവിടെ സ്റ്റേ ചെയ്യുക. അഗെയിൻ റിപ്പീറ്റ് ചെയ്യുക. ഹസ്തോത്താനാസനയാണ് ആദ്യം ചെയ്തത്. നമസ്കാര മുദ്രയെന്ന് ശ്വാസം എടുത്തുകൊണ്ട് മുകളിലോട്ട് ബെൻഡ് ചെയ്യുക. ഹസ്തോത്താനാസന. 10 സെക്കൻഡ് അവിടെ സ്റ്റേ ചെയ്തിട്ട് ശ്വാസം വിട്ടുകൊണ്ട് താഴോട്ട് വരാം. കൈ കാലിൻ്റെ 2 സൈഡുകളിലുമായിട്ട് വയ്ക്കുക. അവിടെയും ഒരു 10 സെക്കൻഡ് സ്റ്റേ ചെയ്യുക. ഇനി തിരിച്ചു വരാം. ഇതും 3 തവണ റിപ്പീറ്റ് ചെയ്യുക. ലാസ്റ്റ് റൗണ്ട്. ഒരു 10 സെക്കൻഡ് സ്റ്റേ ചെയ്യാം. നിങ്ങളുടെ അപ്പർ ബാക്കിനും ലോവർ ബാക്കിനും ഒരു സ്ട്രെച്ച് കിട്ടുന്നതാണ് ഈ എക്സസൈസിലൂടെ. ഇനി നമുക്ക് വീരഭദ്രാസന ചെയ്ത് നോക്കാം. ചെയറിൻ്റെ കുറച്ച് മുന്നിലോട്ടായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക.
ഒരു കാല് 90 ഡിഗ്രിയിലും മറ്റേ കാല് 45 ഡിഗ്രിയിലുമാണ് വെക്കേണ്ടത്. ഏത് ഭാഗത്താണോ നിങ്ങൾ കൂടുതൽ ചരിച്ച് വയ്ക്കുന്നത് അഥവാ കാല് ബെൻഡ് ചെയ്യുന്ന ഭാഗത്ത് 90 ഡിഗ്രിയിലും നീ ജോയിൻറ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ചെയ്യുന്ന ഭാഗത്ത് 45 ഡിഗ്രിയിലും വയ്ക്കാം. എന്നിട്ട് കൈ ഇതുപോലെ വയ്ക്കാം. ഒരു 10 സെക്കൻഡ് സെയിം പോസ്ചറിൽ സ്റ്റേ ചെയ്യാം. ഇപ്പം നിങ്ങൾ എടുക്കുന്ന ചെയർ ഇതുപോലെ കാലും നമ്മളുടെ ഈ തുടയും പാരലലായിട്ട് തറയായിട്ട് വരുന്ന രീതിയിലുള്ള എടുക്കുക. അപ്പോൾ ഈ പോസ്ചർ ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ഇപ്പോൾ ചെയർ ഒരുപാട് ഉയർന്നിരിക്കുകയാണെങ്കിൽ ഈ പോസ്ചർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ കറക്റ്റ് സെയിം അളവിലുള്ള കാലിൻ്റെ അതേ ഉയരത്തിൽ വരുന്ന രീതിയിലുള്ള ചെയറുകളിൽ ഇരുന്ന് ചെയ്യാൻ നോക്കുക. പോസ്ചർ മെയിൻറ്റെയിൻ ചെയ്യാം. പരമാവധി സ്ട്രെച്ച് നമ്മുടെ തുടയുടെ ഭാഗത്ത് വരണം. റിലാക്സ് ചെയ്യാം. ഇനി നമുക്ക് ഈ ഒരു എക്സസൈസ് ചെയ്യാം. ഒരു കാലിൻ്റെ മുകളിലേക്ക് മറ്റേ കാല് എടുത്ത് വയ്ക്കുക. തുടയുടെ ഭാഗത്തേക്ക് എടുത്ത് വയ്ക്കുക. കൈ രണ്ടും ഇതുപോലെ വയ്ക്കുക. ഇങ്ങനെ സ്റ്റേ ചെയ്യാം. പിജിയൻ പോസാണ്. ഇങ്ങനെ സ്റ്റേ ചെയ്യാം. ഒരു 10 സെക്കൻഡ് ഇത് റിപ്പീറ്റ് ചെയ്യാം. 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. 10 സെക്കൻഡ് ഓരോ പോസ്ചറും മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രമിക്കുക. ഇത് നിങ്ങളെ ഗ്നീ ജോയിൻറ്റ് പെയിനൊക്കെ വളരെ നല്ലതാണ്. ഷൂട്ടിംഗ് ടൈപ്പ് ഓഫ് പെയിൻ വരുന്നുണ്ടെങ്കിൽ എക്സസൈസ് ഇങ്ങനത്തെ ഏത് തരം എക്സസൈസിലും നിങ്ങൾക്ക് ഷൂട്ടിംഗ് ടൈപ്പ് ഓഫ് പെയിൻ വരുന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ മാത്രം ചെയ്യാം. ആ ഒരു പോയിന്റിൽ നിന്ന് കുറച്ചുകൂടി റിലാക്സ് ചെയ്ത് ചെയ്യാൻ ശ്രമിക്കുക. എന്തെങ്കിലും സപ്പോർട്ട് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ സപ്പോർട്ട് ഉപയോഗിച്ച് ചെയ്യുക. അതുപോലെ എക്സസൈസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നല്ല രീതിയിൽ വെള്ളം കുടിച്ചിരിക്കുക. വൈറ്റമിൻസ് മിനറൽസൊക്കെ നല്ല രീതിയിൽ ശരീരത്തിൽ എത്തുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇനി അടുത്തത് കാല് രണ്ടും പരമാവധി അകത്തി വയ്ക്കുക. ഫോർവേഡ് ബെൻഡ് ചെയ്യുക. സ്റ്റേ ചെയ്യാൻ ശ്രമിക്കുക ഒരു 10 സെക്കൻഡെങ്കിലും. നീ ജോയിൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയ മൂവ്മെൻറ്റ്സ് കൊടുക്കാം. ഒരു 10 ടൈംസ് ഇത് റിപ്പീറ്റ് ചെയ്യുക. ഭക്ഷണത്തിൽ അതുപോലെ ഡെയിലി ഒരു ലീഫി വെജിറ്റബിൾസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതുപോലെ ഒരു പിടി ഡ്രൈ ഫ്രൂട്ട്സും എന്തെങ്കിലും ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അതുപോലെ ഏതെങ്കിലും ഒന്ന് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. ഇനി നെക്സ്റ്റ് എക്സസൈസ് ഇതുപോലെ റിപ്പീറ്റ് ചെയ്യാം. ഒരു 5 to 10 ടൈംസ് റിപ്പീറ്റ് ചെയ്യാം. ഇനി നെക്കിന് ഒരു സ്ട്രെച്ച് കൊടുക്കാം. ഒരു 2 to 3 ടൈംസ് ചെയ്യാം. അതിനുശേഷം ഒന്ന് ബെൻഡ് ചെയ്യുക. ഫോർവേഡ് ബെൻഡ് ചെയ്യാം. പാദഹസ്താസന. അവിടെ സ്റ്റേ ചെയ്യാം. ശേഷം ഇതുപോലെ കാലിൻ്റെ തള്ളവിരൽ കൈ കൊണ്ട് പിടിച്ച് ഒന്ന് സ്ട്രെച്ച് ചെയ്യാം. ഒരു 10 സെക്കൻഡ് സ്റ്റേ ചെയ്യാൻ നോക്കുക. 3 ടൈംസ് റിപ്പീറ്റ് ചെയ്യുക. ഇനി നമുക്ക് കൈകൾ രണ്ടും എടുത്ത് ബാക്ക് സൈഡിൽ നമസ്കാര മുദ്രയിൽ വയ്ക്കുക. എന്നിട്ട് സ്റ്റേ ചെയ്യാൻ ശ്രമിക്കാം. ഇതിന് ശേഷം നമുക്ക് യോഗനിദ്ര ആരംഭിക്കാം. ഈ ഒരു എക്സസൈസോട് കൂടി ഇന്നത്തേത് മതി. അതിനുശേഷം മെഡിറ്റേഷൻ ചെയ്യാം. നമുക്ക് യോഗനിദ്ര ആരംഭിക്കാം. എല്ലാവരും മലർന്നു കിടക്കുക. കൈകാലുകൾ അകത്തി കൈപ്പത്തി മുകളിലോട്ട് ഫേസ് ചെയ്യുന്ന വിധം വയ്ക്കുക. കൈകൾ
45 ഡിഗ്രിയോളം ശരീരത്തിൽ നിന്നും അകറ്റി വയ്ക്കുക. കാലുകൾ 2.5 അടി അകറ്റി വയ്ക്കുക. കണ്ണുകൾ അടച്ചു വയ്ക്കുക. ശരീരം പൂർണ്ണമായും റിലാക്സ് ചെയ്യട്ടെ. ഈ ഒരു പ്രാക്ടീസിൽ ഓരോ ശരീരഭാഗങ്ങളെയും ഞാൻ പറയുന്ന പോലെ റിലാക്സ് ചെയ്യാൻ അനുവദിച്ചു കൊള്ളുക. പഴയതും വരാനിരിക്കുന്നതും ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലോട്ടും ശ്രദ്ധ പോവാതെ ഞാൻ പറയുന്ന ഈ നിമിഷത്തിലേക്ക് മനസ്സിനെ കൊണ്ടുവരിക. ആദ്യം തന്നെ കാൽ വിരലുകളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോവുക. കാൽ വിരലുകൾ സാവധാനം ഒന്ന് അനക്കി കൊടുക്കുക. കാൽ വിരലുകൾ പൂർണ്ണമായും റിലാക്സ് ചെയ്യട്ടെ. കാൽപാദം പൂർണ്ണമായും റിലാക്സ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കുക. ആങ്കിൾ ജോയിന്റ് പൂർണ്ണമായും റിലാക്സ് ചെയ്യട്ടെ. കാഫ് മസിൽസ് കംപ്ലീറ്റായി റിലാക്സ് ചെയ്യാൻ അനുവദിച്ചു കൊടുക്കുക. കാൽ മുട്ടുകളിലേക്ക് ശ്രദ്ധയെ കൊണ്ടുപോവുക. അത് പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. നമ്മുടെ തുട പൂർണ്ണമായും റിലാക്സ് ചെയ്യുന്നു എന്ന് ഉറപ്പിക്കുക. അരക്കെട്ട് പൂർണ്ണമായും റിലാക്സ് ചെയ്യാൻ അനുവദിക്കുക. നമ്മുടെ ലോവർ ബോഡി ഇപ്പോൾ പൂർണ്ണമായും റിലാക്സ് ചെയ്യുകയാണ്. കൂടുതൽ റിലാക്സേഷനു വേണ്ടി അകാര ശബ്ദം ഉണ്ടാക്കാം. ദീർഘമായി ഉള്ളിലേക്ക് ശ്വാസം എടുത്ത് ശ്വാസം വിടുന്ന സമയത്ത് ആ എന്ന ശബ്ദം അവസാനിപ്പിക്കുക. ഇൻഹെയിൽ ഡീപ്ലി. ആ. അകാരയുടെ വൈബ്രേഷൻ ബോഡിയിൽ അറിയാൻ ശ്രമിക്കുക. അടുത്തതായി നമ്മുടെ ശ്രദ്ധയെ ഉദരഭാഗത്തേക്ക് കൊണ്ടുവരാം. നമ്മുടെ ആമാശയത്തിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധയെ കൊണ്ടുവരിക. ഉദരഭാഗത്തെ മാംസപേശികളെല്ലാം പൂർണ്ണമായും വിശ്രമിക്കുന്നു എന്നറിയാം. ഇനി നമ്മുടെ നെഞ്ചിൻ്റെ അടുത്തേക്ക് വരാം. മാംസപേശികൾ എല്ലാം പൂർണ്ണമായും വിശ്രമിക്കുന്നത് അറിയാൻ ശ്രമിക്കുക. സാവധാനം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ നിങ്ങളുടെ ശ്വാസോച്ഛ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ്. ദീർഘശ്വാസം വലിച്ച് പുറത്തേക്ക് വിടുക. ഇത് 3 തവണ ആവർത്തിക്കുക. ഇനി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കൈകളിലേക്ക് കൊണ്ടുവരിക. സാവധാനം കൈവിരലുകൾ ഒന്ന് അനക്കി കൊടുക്കുക. ഒരു 3 തവണ കൈകൾ അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുക. ഇനി കൈകൾ വിശ്രമിക്കാൻ അനുവദിക്കുക. പൂർണ്ണമായും വിശ്രമിക്കട്ടെ. നിങ്ങളുടെ തോളലുകൾ പൂർണ്ണമായും വിശ്രമിക്കട്ടെ. കൈമുട്ടുകൾ പൂർണ്ണമായും റിലാക്സ് ചെയ്യട്ടെ. കൈപ്പത്തി പൂർണ്ണമായും റിലാക്സ് ചെയ്യട്ടെ. സാവധാനം നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കഴുത്തിലോട്ട് കൊണ്ടുവരികയാണ്. കഴുത്ത് മെല്ലെ വലത്തോട്ട് തിരിക്കുക. ശ്വാസം ഉള്ളിലേക്കെടുത്തുകൊണ്ട് കഴുത്ത് നടുവിലോട്ട് തിരിക്കുക. ഇനി കഴുത്ത് ഇടത്തോട്ട് തിരിക്കുക. ഇനി കഴുത്ത് നേരെ കൊണ്ടുവരിക. പൂർണ്ണമായും റിലാക്സ് ചെയ്യട്ടെ. കൂടുതൽ റിലാക്സേഷനു വേണ്ടി ഊഖാര സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാം. ശ്വാസം ദീർഘമായി ഉള്ളിലോട്ടെടുക്കുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ ഊഖാര സൗണ്ട് വരുത്തണം. ഓ.
ഇനി നിങ്ങളുടെ മൂക്കിൽ കൂടി വായു ഉള്ളിലോട്ട് പോകുന്നത് ശ്രദ്ധയിൽ കൊണ്ടുവരിക. സാധാരണ ശ്വാസത്തെ അറിയാൻ ശ്രമിക്കുക. ഇനി സാവധാനം കൈകളും കാലുകളും അടുപ്പിച്ച് വയ്ക്കുക. ഇനി സാവധാനം വലത്തോട്ട് ചരിഞ്ഞ് എഴുന്നേറ്റ് ഇരിക്കാൻ ശ്രമിക്കുക. ശാന്തമായ അവസ്ഥയിൽ നടുനിവർന്നിരിക്കുക. കണ്ണുകൾ അടച്ചു തന്നെ വയ്ക്കണം. കൈകൾ രണ്ടും യോജിപ്പിച്ച് തമ്മിൽ ഉരച്ച് ചെറിയ ചൂട് ആവുമ്പോൾ കണ്ണുകൾക്ക് മുകളിൽ വയ്ക്കുക. കയ്യിലെ ചൂട് കണ്ണുകളിൽ അറിയാൻ ശ്രമിക്കുക. മെല്ലെ കണ്ണു തുറന്നു നോക്കുക. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു. ഗുഡ് മോർണിംഗ് എവരിവൺ.